ഏട്ടാ മോനെ കിടിലം പടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഹാങ് ഓവർ വിട്ടിട്ടില്ല. വേറെ ലെവല് പടം. ഫാഫേനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പടമാണ് ആവേശം. തിയേറ്ററുകളെ ആവേശം കൊള്ളിക്കാനുള്ള എല്ലാ സ്റ്റഫും അടങ്ങുന്നൊരു സിനിമ തന്നെയാണ് ആവേശം. ഒരു 3 കോളേജ് സ്റ്റുഡൻസ് ബാംഗ്ലൂർ പഠിക്കാൻ പോകുമ്പോൾ അവർ ലോക്കൽ റോഡിയായിട്ട് കണ്ടുമുട്ടുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. ആൻഡ് ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് ആക്ഷൻ കോമഡി പ്ലസ് ബ്ലാക്ക് കോമഡി. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സാണ്. ഒരു പർട്ടിക്കുലർ ജോണറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു മൂവിയല്ല. ആൻഡ് ഇറ്റ്സ് എക്സിക്യൂട്ടഡ് വെരി വെൽ എന്ന് പറഞ്ഞ ഒരു പക്ക എൻ്റർടൈനർ, 100% എൻ്റർടൈനർ. ഈ സിനിമയിൽ ഒരു 7-8 പാട്ടുണ്ട്. ഇത് എപ്പോൾ പാട്ട് വന്ന് കയറിപ്പോയി നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. കാരണം പടം ഫുള്ള് ഈ ട്രാക്കുകൾ ഫുള്ള് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടന്ന് അഴിഞ്ഞാടുകയാണ് ഈ മൂപ്പര്. ഫാഫിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുന്ന റോൾ ഇന്ത്യൻ സിനിമയിൽ മൂപ്പരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കിടന്ന് പൊളയാണ് ഈ സിനിമയിൽ. എന്തൊക്കെയാണ് മൂപ്പര് ചെയ്യണത് ഒരു പിടുത്തില്ല. ഒരു മൂപ്പരുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി അതേപോലെ തന്നെ അബ്സോർബ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ അത് 100% വർക്കൗട്ട് ആയിട്ടുണ്ട്. അങ്ങേരുടെ ആ ഒരു സ്വാഗ്, അങ്ങേരുടെ ആ ഒരു എനർജി കാരണം നമ്മൾ എനർജി പിടിച്ച് നമുക്കിങ്ങനെ വെറി പിടിച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഫുള്ള്. ഇതിൻ്റെ ആക്ഷനോ കോമഡിയോ ബാക്കിയുള്ള ഇതിൻ്റെ DOP അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള എലിമെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ടല്ലെങ്കിലും നിങ്ങൾ ഈ ഫാഫേൻ്റെ അഴിഞ്ഞാട്ടം കാണാൻ വേണ്ടിയിട്ട് ഈ സിനിമ കാണണം. അമ്മാരി ഒരു കിടിലും പടമാണ്. ആൻഡ് ഇത് എല്ലാ പ്രേക്ഷകരും തൃപ്തിപ്പെടുത്തുമെന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. ഇപ്പോൾ ഇത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റിയ സിനിമയാണെന്നുള്ളത് എനിക്കറിയില്ല. ഒരു യങ് ഓഡിയൻസിന് അല്ലെങ്കിൽ ന്യൂജൻ പിള്ളേർക്ക് പറ്റിയൊരു പടമാണ്. നമ്മളൊരു 10 പേരൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ അർമതിച്ച് കാണാൻ പറ്റുന്നു. ഞാൻ കണ്ടത് ക്രൗഡ് ഹൗസ്ഫുൾ ആയിട്ടുള്ളൊരു തിയേറ്ററിൽ നിന്നാണ് ഫസ്റ്റ് ഷോ. അതും ഒരു വീക്കെൻഡ് ഒന്നുമല്ല, ഒരു മിഡ് ഇടയിലൊരു ദിവസം തന്നെ ഇത്രയും ക്രൗഡ് ഫില്ല് ആവുമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. ആൻഡ് അതും മൾട്ടിപ്പിൾ റിലീസുകളുണ്ട്. മലയാളത്തിൽ തന്നെ 2-3 സിനിമകൾ ഒരുമിച്ച് ഇറങ്ങുന്ന ദിവസമാണ്. എന്നിട്ട് ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് ചെറുതൊന്നല്ല എന്ന് പറയും. ഇതിനു മുമ്പ് ഇതുപോലെ തല്ലുമാലയൊക്കെയാണ് ഇമാതിരി ഒരു എഫക്റ്റ് കിട്ടുക. ഞാനിപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് അതുപോലെ ഒരു സിനിമയാണെന്ന് വിചാരിക്കരുത്. രോമാഞ്ചത്തിൻ്റെ ഡയറക്ടർ സംവിധാനം ചെയ്ത അടുത്ത സിനിമയുണ്ട്. അതൊരു ഹൊറർ കോമഡി സിനിമയായിരുന്നെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ഷൻ ബ്ലാക്ക് കോമഡി മോഡിൽ പോകുന്ന വളരെ എൻ്റർടൈനർ ആയിട്ടുള്ളൊരു മൂവിയാണ്. ആൻഡ് ഇതിൻ്റെ ആക്ഷൻസ് പ്രതീക്ഷിച്ച് സിനിമയ്ക്ക് പോകരുത്. ആക്ഷൻ മാത്രമല്ല, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ മാത്രമേ സിനിമയിലുള്ളൂ. കോമഡിയാണ് സിനിമയുടെ മെയിൻ എലമെൻറ്റ്. ആക്ഷൻ സീക്വൻസുകളൊക്കെ കൊറിയോഗ്രഫിയൊക്കെ ഒരു രക്ഷയില്ല. അത് പ്രത്യേകിച്ച് ഇൻട്രോൽ ബ്ലോക്കിലൊരു സാധനമുണ്ട്, ലെവൽ, അതിൻ്റെ സ്റ്റേജിങ്ങും അതിൻ്റെ ആ ഒരു ക്രിയേറ്റീവായിട്ട് ഇവർ ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. സോ ഒരു പക്ക ന്യൂജൻ പടമാണ്. നമ്മളിപ്പോൾ ഓൾഡ് ഫാഷൻഡ് ഓൾഡ് സ്കൂൾ ഫിലിം മേക്കിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള പുതിയ പ്രേക്ഷകർക്ക്, പുതിയ തരം ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പുത്തൻ പടമാണ് ആവേശം. തീർച്ചയായിട്ടും ഇതൊക്കെ ഹിറ്റായില്ലെങ്കിൽ വേറൊന്നും ഹിറ്റാവാനില്ല. കാരണം അമ്മാതിരി പടം. ആൻഡ് മലയാളത്തിലെ 2024 അടുത്ത ഹിറ്റ് എന്ന് പറയാം. എത്ര പടങ്ങളാണ് ഈ ഒരു കഴിഞ്ഞ 3-4 മാസത്തിൽ നമ്മൾ കണ്ടുപോയത്. ബാക്കിയുള്ള ഇൻഡസ്ട്രീസൊക്കെ ഇങ്ങനെ അസൂയ കൊണ്ട് നോക്കിയിരിക്കുകയാണ്. കാരണം അവർക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാനുള്ള ആൾക്കാരില്ല, ഇങ്ങനെ ചെയ്യാനുള്ള ഡയറക്ടേഴ്സ് ഇല്ല, പടങ്ങളില്ല, പുതിയ ആക്ടേഴ്സും. ഇതിൽ ബാക്കി 2-3 പേരുണ്ട്. പ്രത്യേകിച്ച് അവർ കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ള 3 പേര്. അവർ യൂട്യൂബേഴ്സാണ്. സോ അവരുടെയൊക്കെ പെർഫോമൻസ്, അവരുടെയൊക്കെ ഓഡീഷൻ ചെയ്ത് ഇതുപോലെ കാസ്റ്റ് ചെയ്തൊക്കെ ഒരു രക്ഷയില്ല. സിനിമയുടെ കാസ്റ്റിങ്ങിലെ മറ്റ് പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒരാളാണ് നമ്മുടെ രോമാഞ്ചത്തിൽ കണ്ടുള്ള, എനിക്ക് ആ ചങ്ങയുടെ പേരറിയില്ല. ഒരു സ്വാഗുണ്ട് മൂപ്പര് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. ഇങ്ങനത്തെ ചെറുതും വലുതുമായ ഒരുപാട് ക്യാരക്ടേഴ്സ് അവർക്കൊക്കെ പ്രോപ്പർലി പ്ലേസ് ചെയ്ത് അവരൊക്കെ വെച്ച് എല്ലാവർക്കും ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചിലപ്പോൾ ഒരു 5 മിനിറ്റിനോ 10 മിനിറ്റിനോ മാത്രം സിനിമയിൽ കാണുന്ന ക്യാരക്ടറിനടക്കം എന്തെങ്കിലും സ്പേസ് വെച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വെച്ച് മെയിനായിട്ട് ഫാഫേനെ ഇങ്ങനെ അഴിഞ്ഞാടം വിട്ട് അതിൻ്റെ കൂടെ ഇവരെല്ലാവരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പക്ക കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. ആൻഡ് ടു ദ ഡയറക്ടർ, ഹാറ്റ്സ് ഓഫ് ടു യു. കാരണം ആ ഒരു ഹൊറർ കോമഡി എന്നൊരു ജോണറിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണർ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് ഇദ്ദേഹം ഈ സിനിമയിലൂടെ കാണിച്ചു തന്നു. ആൻഡ് മൂപ്പര് മാത്രമല്ല, ഈ ടീം ഫുള്ളായിട്ട് അതിൻ്റെ മേക്കിംഗ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സുഷിം ശ്യാമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ, ഇങ്ങനെ ചില ട്രാക്ക്, ചില സീക്വൻസുകളിൽ വരുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വേറെ ലെവൽ. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ന്യൂജൻ മൂവി. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്നായിട്ട് ഞാൻ പറയുക. ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. സോ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.